രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് കാണാൻ സാധിക്കുന്നത്. സിഎഎക്കെതിരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്യാമ്പസിനകത്ത് കയറിയാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ തന്നെ സംഘർഷഭരിതമായ സാഹചര്യം. സിഎഎ നഹി ചലേഗ എന്ന മുദ്രാവാക്യവുമായി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. ഇതുപോലെയുള്ള നിയമങ്ങൾ എത്ര നിഷ്ഠൂരമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്ത് ക്രൂരതയാണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദില്ലി പോലീസ് മുർദാബാദ്, ദില്ലി പോലീസ് മുർദാബാദ് എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടതാണ് ജാമ്യയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ദില്ലി പോലീസ് കാണിച്ച ക്രൂരത. ഇത്രയും നിഷ്ഠൂരമായിട്ട് എങ്ങനെ ഇവർക്ക് എടുത്ത് നമ്മളെല്ലാവരും കുട്ടികളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള അനീതികൾ അക്രമങ്ങളും കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മളെല്ലാവരും ഡൽഹിയിലേക്ക് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്നാ പോലെ ഇവിടെ ഇത്തരം അനീതികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവൂല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. ഇതന്നെ ഈ ഗാർഡ് പോയി ക്യാമ്പസിനകത്ത് കയറി പോലീസ് നല്ല ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് എന്നുള്ള പേരിൽ ചുരിദാർ, ടോപ്പ്, മഞ്ഞ ടോപ്പ്, നിങ്ങൾ കാണുന്നില്ലേ? പോലീസ് യൂണിഫോമിലുള്ളവരാണോ കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നത്? എന്ത് അധികാരത്തിന്റെ പേരിലാ ഇവർ ചെയ്യുന്നത്? ക്യാമ്പസിന്റെ അകത്ത് കയറിയിട്ട് നമ്മള് ഒരുമിച്ച് കൂടുന്നേ ഉള്ളൂ. അപ്പൊ അകത്തെ ആൾക്കാർ എത്തുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ മൊത്തം വയലന്റ്. ആ പെൺകുട്ടികളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് തട്ടൊക്കെ വലിച്ചു കയറിയിട്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനാണ് ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ വന്നിട്ട് പരിപാടി തുടങ്ങുന്നതിന് സമ്മതിക്കാനാണ് പോലീസ് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകാതെ ക്യാമ്പസിന്റെ അകത്ത് വെച്ച് പിടിച്ചോണ്ട് ഡൽഹി പോലീസ് സ്റ്റുഡൻസിനെതിരെ ചെയ്യുന്ന അതിക്രമങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ക്യാമ്പസിന്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്യാമ്പസിന്റെ ഉള്ളിൽ ഡൽഹി പോലീസ് അതിക്രമിച്ച് കയറിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ക്യാമ്പസിനകത്ത് കയറിയിട്ടാണ് കുട്ടികളെ അറസ്റ്റ് ചെയ്തോളൂ. മോദി സർക്കാർ എന്തുകൊണ്ട് ഇതുപോലത്തെ നിയമങ്ങൾ കൊറോണ കാലത്ത് അവിടെ കൊണ്ടുവന്നത് നടത്താൻ പറ്റിയില്ല. അതിനെതിരെ ജാമ്യ മില്ലിയ പോലത്തെ യൂണിവേഴ്സിറ്റികളും ഡൽഹി യൂണിവേഴ്സിറ്റികളും ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് അവർ വീണ്ടും പുതിയ ഓരോ സ്ട്രാറ്റജികൾ കൊണ്ടുവരികയാണ്. അതെ, ഇതുപോലുള്ള നമ്മളെ MSF പോലുള്ള സർക്കിളുകൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഒരിക്കലും ഇതിനെതിരെ അനീതിയായിട്ട്